ഇവിടുന്ന് അതായത് കാസയിൽ നിന്ന് തിരിച്ച് മണാലിയിലെത്തി. അപ്പം ഞാനും ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല ചെറിയൊരു പാർട്ടിയൊക്കെ ചെയ്ത്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് സംഭവം ഉണ്ടായി. കാരണം ഞാൻ ഈ സ്പിറ്റി വാലിയിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതായത് ഞാൻ ഗോപ്രോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഗോപ്രോന്റെ ഗിംബലോ അല്ലെങ്കിൽ ഗോപ്രോന്റെ സെറ്റോ എൻ്റെ ഹെൽമെറ്റിൽ ഫിറ്റ് ചെയ്യാൻ പോലും ഒരു സാധനം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഗോപ്രോന്റെ കംപ്ലീറ്റ് സെറ്റ് മേടിച്ചിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ട്രിപ്പിന് എനിക്കത് പറ്റിയില്ല. പക്ഷെ ഞാൻ തിരിച്ച് വന്ന സമയത്ത് എനിക്ക് ആ സാധനം കയ്യിൽ. സോ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. സോ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്ന് നമുക്ക് കാണണം. സോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് മേടിച്ചത്. ഇതിൻ്റെ എവിടെ നിന്നാണ്, ഏത് വെബ്സൈറ്റിൽ നിന്നാണ്, ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരെന്താണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ ആദ്യം കയ്യിൽ കിട്ടിയ സാധനം ഇത് എനിക്ക് തോന്നുന്നത് ചെസ്റ്റ് സ്ട്രാപ്പിനുള്ള ഐറ്റമാണ്. അതായത് നമ്മളെ കഴുത്തിലൂടെ ഇട്ടിട്ട് അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ നമ്മളെ കൈ ഇട്ടിട്ട് ഇനി ഇതിൽ നമ്മളെ ഗോപ്രോ ഫിറ്റ് ചെയ്യാനുള്ള ചെസ്റ്റിൽ വെക്കുന്ന സാധനമാണ്. ആദ്യം കണ്ടപ്പോൾ ടോട്ടലി കൺഫ്യൂസ് ആയി പോയിട്ടോ. അതാണ് കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ക്യാമറ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. കാരണം പിന്നെ നമ്മൾ ക്യാമറ പിടിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ വാക്കിങ്ങിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും നടന്നു പോകുമ്പോൾ, കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴാണല്ലോ തലയിൽ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കുക. ഇറ്റ്സ് ഗോയിങ് ഹെൽമെറ്റിൻ്റെ മുകളിൽ വെക്കുക. പക്ഷെ നമുക്ക് നടന്നു പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓടുമ്പോൾ ജോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാപ്പാണ്, ചെസ്റ്റ് സ്ട്രാപ്പാണ് ഇത് വരുന്നത്. ദെൻ ഇത് നമ്മുടെ സെൽഫിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളി ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ലെങ്ത്തിൽ വെച്ചെടുക്കില്ലേ, ആ ഐറ്റമാണ്. ദെൻ ദ തേർഡ് വൺ, ഈ ഐറ്റം വരുന്നത് നമ്മുടെ head, sure, yes, it goes like this. So നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ ഹെൽമെറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തലയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു വലിയ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യില്ലല്ലോ, ജസ്റ്റ് അവരുടെ തലയിൽ മാത്രം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ശരിക്കും ഇത്. സോ ഞാൻ എല്ലാം മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് എങ്ങനെ അത് യൂസ് വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം പല ഈ ട്രാവലിങ്ങിലെ ഒരുപാട് മൊമെന്റിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ റൈഡിൻ്റെ മുകളിൽ കയറും. സോ ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത് നമ്മളെ ഹെൽമെറ്റിൻ്റെ മുകളിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന ആ സ്റ്റിക്കിങ് പാഡാണ്. അതിൽ അത് സ്റ്റിക്ക് ചെയ്ത് ഡബിൾ സ്റ്റിക്കർ പോലെ തന്നെയാണ് സംഭവം. ഡബിൾ സ്റ്റിക്കർ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ, ഐ മീൻസ് നമ്മളെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലല്ല, നമ്മളെ ശരീരത്തിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ, ബൈക്കിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് ഡബിൾ സ്റ്റിക്കറാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതിൻ്റെ ഹോൾഡും കൂടി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഹോൾഡ് ഗോപ്രോ എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യും. കാരണം ഈ ഹോൾഡും ഈ ഡബിൾ സ്റ്റിക്കറും, അതായത് ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ മുകളിലും, പിന്നെ നിങ്ങൾ ക്യാമറ വെക്കാൻ എവിടെയാണോ ഉദ്ദേശിച്ചത് ആ ഭാഗത്ത് നിങ്ങളിത് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ എവിടെയും വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുപോലുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ്, ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6, 7, 8 ടോട്ടൽ 10 സ്റ്റിക്കേഴ്സും 10 ഹോൾഡേഴ്സും ഉണ്ട്. സോ നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യാം. Then it's a lot. So this is like നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നമ്മുടെ ഗിംബൽ മാത്രം പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ദെൻ അതിൻ്റെ കുറേ ക്ലിപ്സും, പിന്നെ ഒന്ന് നമ്മുടെ കാറിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്ന സാധനം, അതിൻ്റെ കുറച്ച് ബാഗ്സുമാണ് ഇപ്പം നമ്മൾ ഇതിലൊടുക്കുന്നത്. സോ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ, നെക്സ്റ്റ് വീഡിയോയിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യുന്ന, ഞാനിതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ വഴിയെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ കാണിച്ചിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തരാം. സോ അതുവരെ താങ്ക് യു.